ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്യൂട്ടി സ്റ്റെപ്പ് എന്നതിലുപരി നമ്മുടെ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ലെസർ സൈഡ് എഫക്ട്സ്, പിന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫോമുലേഷൻസ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് സേഫസ്റ്റ്. അങ്ങനെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു റിസർച്ചിലാണ് ഈ കൊറിയൻ ബ്യൂട്ടി പ്രൊഡക്ട്സിനെ പറ്റി അറിയുന്നത്. കുറേ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഏതൊക്കെ കണ്ടൻസ് ആണ് അതിലുള്ളത്, എന്താണ് ഇൻഗ്രീഡിയൻസ്, ലൈക്ക് എന്താണ് ഇത്രയും ഹൈപ്പിൻ്റെ കാരണം എന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് അനുവേൻ്റെ 10% നയസിനമൈഡിലെ ഒരു സെറാണ്. ഇത് നയസിനമൈഡ് കൂടാണ്ട് വരുന്നത് ട്രെനേക്സാമിക് ആസിഡും കൂടെയാണ്. അത് 4% ആണ് ഉള്ളത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ പോസ്റ്റ് ആക്നെ മാർക്സ് ഉള്ളവരും അതുപോലെ തന്നെ ഒരു അൺഈവൻ സ്കിൻ ടോൺ ഒക്കെയാണ്, അവർക്കൊരു ജെന്റിൽ ബ്രൈറ്റനിങ് വേണമെങ്കിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ മേക്കപ്പ് സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പീൽ ഓഫ് ആകാണ്ട്. ഇതിന്റെ മെയിൻ കണ്ടൻസ് വരുന്നത് നയസിനമൈഡും ട്രെനേക്സാമിക് ആസിഡും ആണ്. അപ്പോൾ നയസിനമൈഡ് എന്ന് പറയുന്ന ഒരു വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ടും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും, അതുപോലെ തന്നെ ട്രെനേക്സാമിക് ആസിഡ് എന്ന് പറയുന്നത് മലാസ്മ എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ട്, ബ്രൗൺ ഗ്രേ പാച്ചസ് വരുന്നത്. അതിന് കൊടുക്കുന്ന ഡ്രഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ ബാരിയറിന്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതും സെബം പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യുന്നതും. ഇത് കൂടാണ്ട് ഇത്ര ഹൈപ്പിനുള്ള വേറെ റീസൺ കൂടിയുണ്ട്. ഇതിൽ വരുന്ന വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ്: ആർബുറ്റിൻ 2%, പോളിഗ്ലൂറ്റാമിക് ആസിഡ്, സൈനോകൊബാലമൈൻ, അതുപോലെ തന്നെ അസ്കോബിക് ആസിഡ്. ഈ പ്രൊഡക്റ്റ് ആർക്കൊക്കെ യൂസ് ചെയ്തുകൂടാന്ന് പറയാം. നമ്മുടെ ഇപ്പം ചില കണ്ടന്റ്സ്, ചില ബൊട്ടാനിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് അത്ര നല്ലതാവണം എന്നില്ല. അപ്പൊ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ഒരു സിറം യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ലൈക്ക് 2 തവണ ഡേയിൽ 2 തവണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് ഡോക്ടർ ആൽത്തിയാസിന്റെ 345 റിലീഫ് ക്രീമാണ്. പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു റിലീഫ് അല്ലെങ്കിൽ ഒരു റീജനറേറ്റിംഗ് ഓയിൻമെന്റ് ആണ്. അപ്പം ഇതിൽ പറയുന്നുണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആൻഡ് ഫ്രീ ഫ്രം ആർട്ടിഫിഷ്യൽ ഫ്രീഗ്രൻസ്. ഈ 45 റിലീഫ് ക്രീം 3, 4, 5. സോ 3 ഇൻഗ്രീഡിയൻസ് ഫോർ ബ്ലമിഷ് കെയർ, 4 ഇൻഗ്രീഡിയൻസ് ഫോർ നൗറിഷ്മെന്റ്, 5 ഇൻഗ്രീഡിയൻസ് ഫോർ സൂത്തിങ് കെയർ. അങ്ങനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഉള്ളത്. 3 ഇൻഗ്രീഡിയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് നയസിനമൈഡ് ആണ്, അതുപോലെ തന്നെ ഹിബിസ്കസിന്റെ ഒരു ഫ്ലവർ എക്സ്ട്രാക്റ്റും. 4 ഇൻഗ്രീഡിയൻസിൽ സെറമൈഡ്സും പാന്തനോൾ വിറ്റാമിൻ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. 5 ഇൻഗ്രീഡിയൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഹൈലറോണിക് ആസിഡും അതുപോലെ തന്നെ ബീറ്റാ ഗ്ലൂക്കണും വേറെ കുറച്ച് പ്ലാന്റ് എക്സ്ട്രാക്ട്സും. അപ്പോൾ ഈ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ടെക്സ്ചറാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നോൺ ഗ്രീസി ആണ്. നമ്മളിപ്പം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നൈസായിട്ട് അതങ്ങ് അപ്ലൈ ആയി പോകും. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ 2 പ്രൊഡക്ട്സും ഒന്നിച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡുവോ ആണ് ഈ ഒരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന്. സോ എനിക്ക് ഈ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുള്ളത് എക്സ്ക്ലൂസീവ്ലി ഫ്രം കൊറിയ. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ദുബായ് വഴി എത്തിയതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്തിട്ട് DM ചെയ്താൽ ഈ പ്രൊഡക്റ്റ് എത്തുന്നതാണ്. അപ്പോൾ കാണാം.